നമ്മൾ 107-ാമത്തെ സർഗത്തിൽ പ്രവേശിക്കുകയാണ്. അതിൻ്റെ പേര് അവിദ്യാഭാവ പ്രതിപാദനം. അവിദ്യയുടെ അഭാവം, അവിദ്യ എന്നൊന്ന് ഇല്ല. പിന്നെ ഇത്രയും നേരം പറഞ്ഞതോ അവിദ്യ കൊണ്ടാണ് ജീവൻ സംസാരബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്, അവിദ്യയെ വിദ്യ കൊണ്ട് വേണം നീക്കാൻ എന്നൊക്കെ ഘോരഘോരം പ്രസംഗിച്ചിട്ട് ഇപ്പം അവിദ്യ എന്നൊന്ന് തന്നെ ഇല്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ അവിദ്യ പ്രവേശിക്കാൻ പറ്റില്ല. അവിദ്യ മുതൽ ഇങ്ങോട്ടുള്ള സകലതും അവിദ്യാകാര്യങ്ങളാണ്. ഈ അവിദ്യ തന്നെ ഇല്ലാത്തതാണെങ്കിൽ എങ്ങനെയാണ് അവിദ്യാകാര്യങ്ങൾ ഉണ്ടാവുക? ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്. മായയുടെ ഒരു ചെറിയ രൂപമാണ് ഈ അവിദ്യ എന്ന് പറയുന്നത്. പ്രപഞ്ചനാമരൂപങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്ന ബ്രഹ്മശക്തിയാണ് മായ. ജീവന് തൻ്റെ സ്വരൂപം മറന്നുപോകാൻ കാരണമായിരിക്കുന്ന ഒന്നാണ് ഈ അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യ മുതൽ ജീവൻ്റെ ഭ്രമങ്ങളാണ്. ഇപ്പം അവിദ്യ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ സർഗം ആരംഭിക്കുന്നത്. ശ്രീ വസിഷ്ഠ ഉവാച. വസിഷ്ഠ മഹർഷിയാണ് എപ്പോഴത്തെയും പോലെ സർഗം ആരംഭിക്കുന്നത്. അചേത്യചിന്മയം വിശ്വം വിശ്വഗാഭാതിചിന്നഭഃ അത്ര ചിച്ഛേദനം ചേദം ചേത്യമപ്യേകമാത്മകം. അചേത്യചിന്മയം വിശ്വം. വിശ്വം അഥവാ പ്രപഞ്ചം എന്ന് പറയുന്നത് ജഡസ്പർശമില്ലാത്ത ശുദ്ധചിത്താണ്. ചേത്യം എന്നുള്ളതിന് ജഡം എന്നാണ് അർത്ഥം. ചലിപ്പിക്കപ്പെടുന്നത്, ചിത്തിനാൽ ചലിപ്പിക്കപ്പെടുന്നത്, അതാണ് ചേത്യം. അചേത്യം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്, അജഡം, അതായത് ചിത്ത് എന്നർത്ഥം. അചേത്യമായ ജഡസ്പർശമില്ലാത്ത ശുദ്ധ ചിത്താണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചം. വിശ്വഗാഭാതി ചിന്നഭഃ. നമ്മുടെ മുമ്പിലും പുറകിലും വശങ്ങളിലും മുകളിലും താഴെയും ചിതാകാശം നിറഞ്ഞു നിൽക്കുന്നു. ആ ചിതാകാശത്തിലെ വെറും ഒരു ഭ്രമമാണ് സകല ശരീരങ്ങളും, ശരീരാന്തർഭാഗത്തുള്ള മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ എല്ലാം തന്നെ, ജീവൻ, പ്രാണൻ എല്ലാം ചിത്തിനകത്ത് കാണപ്പെടുന്ന വെറും മായക്കാഴ്ചകൾ മാത്രം. ചിത്ത് മാത്രമേ യഥാർത്ഥത്തിൽ നിലവിലുള്ളൂ. അത് സകല ദിക്കിലും വ്യാപിച്ചിരിക്കുകയുമാണ്. അത്ര ചിച്ഛേദനം ചേദം ചേത്യമപ്യേവമാത്മകം. ചിത്ത്, ചേതനം രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ചിത്ത് തന്നെയാണ് ചേതനം. ചൈതന്യം എന്നും നമുക്കതിനെ പറയാം. ചിത്ത്, ചൈതന്യം, ചേതനം അത് മാത്രമേ ഉള്ളൂ. ചൈത്യപ്യേവമാത്മകം. ഈ വാക്കുകൾ കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നത് ഒരേ തത്വമാണ്. വിശ്വസ്യ ചേത്യഭാവം അപലപ്യ ചിന്മാത്രഭാവം പരിശേഷയിതും പ്രതിജാനീതേ അചേത്യേതി. ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, വിശ്വത്തിൻ്റെ ചേത്യഭാവത്തെ അപലപിച്ചിട്ട്, ചേത്യം ജഡം, പ്രപഞ്ചം ജഡനാമരൂപങ്ങൾ നിറഞ്ഞതാണ് എന്നാണ് എല്ലാവരുടെയും അനുഭവം. ഈ പ്രപഞ്ചത്തിൽ അല്പം പോലും ജഡത്വമില്ല. പ്രപഞ്ചത്തിന് ജഡാത്മകത ഒരിക്കലുമില്ല എന്ന് ജഡഭാവത്തെ അപലപിച്ചിട്ട്, നിരസിച്ചിട്ട്, ചിന്മാത്രഭാവം പരിശേഷയിതും, ഇതൊക്കെ ചിത്ത് തന്നെയാണ്, ചിന്മയമാണ് എന്ന ഭാവത്തെ അവശേഷിപ്പിക്കാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ ബാക്കി നിർത്താൻ വേണ്ടി, പ്രപഞ്ചം ജഡനാമരൂപങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ള ചിന്തയെ നമ്മുടെ ഉള്ളിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കാൻ വേണ്ടി, ആത്മഭാവത്തെ മാത്രം ഉള്ളിൽ അവശേഷിപ്പിക്കാൻ വേണ്ടി പ്രതിജാനീതേ, ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തെ വസിഷ്ഠ മഹർഷി പ്രതിജ്ഞ ചെയ്ത് ഉറപ്പിക്കുന്നു. എപ്പോഴും ഒരു സർഗം തുടങ്ങുന്നത് ആദ്യം എന്താണ് ഈ സർഗത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ആദ്യം ചുരുക്കി പ്രസ്താവിക്കും.
എന്നിട്ട് ആ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പല ശ്ലോകങ്ങളിലൂടെ വസിഷ്ഠ മഹർഷി ശ്രമിക്കും. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യം, ശപഥം ചെയ്തുറപ്പിക്കുകയാണ്. ചിത്ത് മാത്രമേ ഉള്ളൂ, ചേത്യം അഥവാ ജഡം എന്നുള്ളത് വാസ്തവത്തിലില്ല. യതശ്ചിന്നഭയേവ വിശ്വകാഭാതി, നമ്മുടെ 4 ഭാഗത്തും അതുപോലെ മുകളിലും താഴെയും ചിദാകാശം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ, അത് വ്യാപിച്ചു കിടക്കുകയാണ്. തഥാച ചിന്നഭോമാത്ര അധീന സിദ്ധികത്വാദിത്യനുമാനം ദർശിതം. ചിദാകാശത്തിന് അധീനമാണ് എല്ലാം. ചിത്തിൽ പൊന്തുന്നതൊക്കെ ചിത്തിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. സിദ്ധികൾ പോലും ചിത്തിനധീനമാണ്. അത്ഭുതകരമായ സിദ്ധികൾ യോഗിമാർ സ്വന്തമാക്കാറുണ്ട് പല സാധനകളിലൂടെയും. ആ സിദ്ധികളെയൊക്കെ ഫലിപ്പിച്ചു തരുന്നത് ഈ ചൈതന്യമാണ്. അത്ര ചേത്യതീതി ചിത് അല്ല, അത്ര ചേതയതീതി ചിത്. ചേതനം എന്ന് പറഞ്ഞാൽ ജഡത്തെ ചലിപ്പിക്കുന്നത്. ജഡം വാസ്തവത്തിലില്ല, പക്ഷേ ഭ്രമരൂപത്തിൽ പൊന്തുന്ന ജഡങ്ങളെ ഉള്ളതാക്കി തീർക്കുകയും അവയുടെ ചലനത്തിന് കാരണമായിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ചൈതന്യം. അത്ര ചേത്യതീതി ചിത്, ചലിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിത്ത്. ചേതനം ക്രിയ. ചേതനം എന്ന് പറഞ്ഞാൽ കർമ്മം, ചലനം എന്നർത്ഥം. ചേത്യം ജഡം. ജഡത്തെ ചലിപ്പിക്കുന്ന ചിത്ത്, ജഡത്തിൻ്റെ ചലനം അല്ലെങ്കിൽ ജഡം. ഇപ്പോൾ 3 കാര്യങ്ങളുണ്ട്. ത്രിപുടി. ആദ്യം ചിത്തിൽ ചലനം ഉള്ളതുപോലെ തോന്നുന്നു, അപ്പോഴാണ് ജഡങ്ങൾ ആവിർഭവിക്കുന്നത്. അപ്പോൾ ചിത്തിനെ തുടർന്ന് ചലനം അഥവാ ഇളക്കം, അത് ഭ്രമരൂപത്തിലാണ് സംഭവിക്കുന്നത്, വാസ്തവമല്ല. ആ ചലനം കാരണമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് ജഡങ്ങൾ. ഇങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ഈ 3നെയും ചേർത്തിട്ടാണ് ത്രിപുടി എന്ന് പറയുന്നത്. ചിത്ത്, ചലനം, ജഡം, ഇങ്ങനെ 3 എണ്ണം. ചിന്മയീതി, വാസ്തവത്തിൽ ഇങ്ങനെ 3 വേർതിരിഞ്ഞ് നിൽക്കുന്നില്ല. ഇതെല്ലാം ചിത്ത് തന്നെയാണ്, ചിന്മയമാണ്. ഇത് പ്രതിജ്ഞാർത്ഥം ഇത്യാഹ. ഇതാദ്യം ഒരു സിദ്ധാന്ത രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അധ്യായം അല്ലെങ്കിൽ ഈ സർഗം വായിച്ചു കഴിഞ്ഞാൽ ചിത്ത് മാത്രമേ ഉള്ളൂ എന്ന ബോധം ഉള്ളിൽ ഉറയ്ക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആ സിദ്ധാന്തത്തെ തന്നെ 1ാമത്തെ ശ്ലോകമായി അവതരിപ്പിക്കുകയാണ്. അത്ര അസ്യാം പ്രതിജ്ഞായാമേവമാത്മകം ശുദ്ധചിദാത്മകം പ്രതിജ്ഞാർത്ഥത്വേന അഭിപ്രേതമിതി ശേഷ. ആദ്യമായി തീരുമാനം അല്ലെങ്കിൽ നിർണയം. വേദാന്ത ശാസ്ത്രത്തിൻ്റെ അന്തിമമായ തീരുമാനത്തെ പറയുകയാണ്. എന്താണ്? 3ആയി വേർതിരിഞ്ഞതുപോലെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ചിത്ത് തന്നെയാണ്. ഇവിടെ ത്രിപുടി എന്നുള്ളത് വാസ്തവത്തിലില്ല. ചിത്ത്, ചലനം, ജഡം, ഇതാണ് ത്രിപുടി. ഇങ്ങനെ 3 എണ്ണമില്ല. ഇത് 3ഉം ചിത്തിൻ്റെ തന്നെ പ്രകടനങ്ങളാണ്. ഒരേ ചിത്ത് തന്നെയാണ് 3 ഭാവത്തിൽ കാണപ്പെടുന്നത് എന്നുള്ള കാര്യത്തെ പ്രതിജ്ഞയുടെ രൂപത്തിൽ, പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ സത്യം, ശപഥം, ആണയിട്ട് പറയുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ആണയിടുക. ഇതാണ് സത്യം, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി. അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ള സത്യം ഇതാണ് എന്ന് 1ാമത്തെ ശ്ലോകത്തിലൂടെ പരമസത്യം എന്താണെന്ന് പ്രതിജ്ഞ ചെയ്ത് പറയുന്നു. അടുത്ത പദ്യം വായിക്കാം. അതോ ജീവന്നപിമൃത ഇവ സർവോപതിഷ്ഠത്തെ അസാവഹഞ്ച ത്വം ചേതി ജീവന്തോപി മൃതാ ഇവ.
ചിത്ത് മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ എന്നുള്ളത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ജീവന്മാർ ആരും തന്നെ യഥാർത്ഥത്തിൽ ഇവിടെയില്ല. ജീവനോടുകൂടി ഇരിക്കുന്നവരൊക്കെ വാസ്തവത്തിൽ ചത്തുകിടക്കുന്നവരാണ്, മൃതശരീരങ്ങളാണ്. കാരണം അവരുടെ ഉള്ളിൽ ഈ ചിത്ത് ഇല്ലായിരുന്നെങ്കിൽ അവരാരും ജീവനോടുകൂടെ ഉണ്ടാവത്തില്ല. നമ്മളൊക്കെ ജീവനോടുകൂടി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജീവിച്ചിരുന്നാലും ചിത്തില്ലെങ്കിൽ നമ്മൾ മൃതരാണ്, മരിച്ചവർക്ക് തുല്യമാണ്, ഇല്ലാത്തവർക്ക് തുല്യമാണ്. അപ്പോൾ മരിച്ചവരെ പോലെയാണ് എല്ലാ ജീവന്മാരും എന്ന് പറഞ്ഞാൽ ജീവനോടുകൂടി ഇരിക്കാൻ സഹായിക്കുന്നത് പ്രാണനാണ്. ശരീരത്തിൽ പ്രാണൻ സ്പന്ദിക്കുന്നിടത്തോളം കാലം മാത്രമേ ഒന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റൂ. ഈ പ്രാണൻ ഒരു ശക്തിവിശേഷമാണ്. ഈ പ്രാണൻ്റെ ആധാരം അല്ലെങ്കിൽ അധിഷ്ഠാനമായി വർത്തിക്കുന്നത് ചിത്താണ്. ആ ചിത്തില്ലെങ്കിൽ പ്രാണസ്പന്ദനമില്ല. പ്രാണസ്പന്ദനമില്ലെങ്കിൽ നമുക്ക് ജീവനോട് കൂടി ഇരിക്കാൻ പറ്റില്ല. നമുക്കെന്നല്ല ഒരു ജീവിക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മൾ ജീവനോടുകൂടി ഇരുന്നാലും നമ്മളൊക്കെ ചിത്തിൻ്റെ അഭാവത്തിൽ, ചിത്തിനെ അംഗീകരിക്കാതിരുന്നാൽ മരിച്ചവർക്ക് തുല്യമാണ്. അസാവഹംചത്വം ചേതി, ഞാൻ ഇന്നാരാണ്, ഇവൻ ഇന്നാരാണ്, നീ ഇന്നാരാണ്, നിൻ്റെ പേരിതാണ്, നീ വേറെ, ഞാൻ വേറെ, ഇവൻ വേറെ, ഈ ഭേദങ്ങൾ ഓരോരുത്തരും വേറെ വേറെ വ്യക്തി എന്ന പോലെയാണ് അനുഭവിക്കുന്നത്. ഇവൻ, ഞാൻ ഇന്നാരാണ്, നീ ഇന്നാരാണ്, ഇങ്ങനെയുള്ള ഭേദചിന്തകൾ യഥാർത്ഥത്തിൽ ചിത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ജീവിച്ചിരുന്നാലും മരിച്ചവരെ പോലെയാണ് ഈ ജീവന്മാർ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ താൻ ചിത്താണെന്നുള്ള സത്യം സാക്ഷാത്കരിക്കാതെ തന്നെ ഒരു പ്രത്യേക വ്യക്തി എന്ന് കരുതുന്നത് അജ്ഞത കാരണമായിട്ടാണ്. ആ അജ്ഞാനത്തിൽ കഴിയുന്നിടത്തോളം നമ്മളാരും യഥാർത്ഥത്തിൽ ജീവിക്കുക തന്നെ ചെയ്യുന്നില്ല. നമ്മളൊക്കെ മരിച്ചു കിടക്കുകയാണ്. അജ്ഞാനത്തിൻ്റെ കൂരിരുട്ടിൽ അഗാധ ഗർത്തത്തിൽ പതിച്ചു കിടക്കുന്ന ജീവന്മാർ അവർ ജീവിക്കുന്നു എന്ന് അവർ പറഞ്ഞാലും സത്യദർശികൾ അവരെ ജീവിക്കുന്നവരായി പരിഗണിക്കുന്നില്ല. അവരൊക്കെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ജീവിച്ചിരുന്നാലും മരിച്ചതിന് തുല്യമാണ്. എന്തുകൊണ്ട്? തൻ്റെ ജീവഭാവത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന ചിത്തിനെ വേണ്ടവണ്ണം അറിയുന്നില്ല, ആത്മജ്ഞാനമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. അതുകൊണ്ട് ജീവികളെല്ലാവരും തന്നെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരെ പോലെ തന്നെയാണ്. പ്രതിജ്ഞാസിദ്ധേഹേ ഫലദ്വയം. ആദ്യത്തെ ശ്ലോകത്തിൽ അന്തിമ സിദ്ധാന്തത്തെ ആണയിട്ട് പറഞ്ഞു. അതുകൊണ്ടുള്ള രണ്ട് ഫലമെന്താണ്? ഇങ്ങനെ സത്യത്തെ പ്രതിജ്ഞ ചെയ്ത് പറയുന്നത് കൊണ്ടുള്ള ഫലം സ്ഥിതസ്യൈവ ജഗതഃ ജഗദ്ഭാവ നിവൃത്തിഃ ജീവിതാം ഏവ അസ്മാകം ജീവഭാവ നിവൃത്തിശ്ചേത്യാഹ. ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടുന്നത് കൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത്? ഒരു പ്രയോജനവുമില്ലാതെ ഒരു കാര്യവും മന്ദബുദ്ധി പോലും ചെയ്യില്ല. അങ്ങേയറ്റത്തെ ബുദ്ധിശൂന്യൻ, അവിവേകി പോലും നിഷ്പ്രയോജനമായ ഒരു കർമ്മം ചെയ്യില്ല. ഇപ്പം നിങ്ങൾ ആത്മജ്ഞാനം നേടിയേ തീരൂ എന്ന് ഋഷിമാർ നിഷ്കർഷിക്കുമ്പോൾ ഈ ആത്മജ്ഞാനത്തിലൂടെ പ്രധാനമായി ഒരു ജീവൻ നേടുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങൾ. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? സ്ഥിതസ്യൈവ ജഗതഃ ജഗദ്ഭാവ നിവൃത്തിഃ. ഈ പ്രപഞ്ചം നിങ്ങളുടെ ഇന്ദ്രിയ മനസ്സുകളുടെ മുമ്പിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കള്ളമാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ഫലം. രണ്ടാമത്തെ ഫലം ജീവതാ
ജീവതാമേവ അസ്മാകം ജീവഭാവ നിവൃത്തി. നമ്മൾ ഞാനെന്ന ഭാവത്തോടുകൂടി ജീവിച്ചിരിക്കവേ തന്നെ ഈ ജീവഭാവത്തിൻ്റെ മിഥ്യാത്വം നമുക്ക് പിടികിട്ടും. ഞാൻ വാസ്തവത്തിൽ ആത്മാവാണ് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ രണ്ട് ഫലമാണ് ആത്മജ്ഞാനത്തിലൂടെ ഒരു വ്യക്തി നേടുന്നത്. കാഷ്ഠമൗനമൃതായേവ വ്യവഹാരഗതാ അപി ഖഗമായേവ വാ സർവേ ഭാവാസ്ഥാവരജംഗമാഃ. കാഷ്ഠമൗനം ഋതായേവ. കാഷ്ഠമൗനം എന്ന് പറഞ്ഞാൽ പരിപൂർണ നിശ്ചലത, ഒരു ചെറിയ അനക്കം പോലുമില്ല, സമ്പൂർണമായ നിശ്ചലസ്ഥിതി. അതാണ് കാഷ്ഠമൗനം. കാഷ്ഠം എന്നുള്ള വാക്കിന് പക്ഷികളുടെയും മറ്റും വിസർജ്യം എന്നുള്ള അർത്ഥമല്ല. കാഷ്ഠം എന്നുള്ളതിന് സംസ്കൃതത്തിൽ ചുള്ളി, വിറക്, ഉണങ്ങിയ മരക്കഷണം, ഇങ്ങനെയൊക്കെയാണ് അർത്ഥം. അതായത് തികച്ചും നിർജീവമായത്, അത് ഒട്ടും തന്നെ ചലിക്കുകയില്ല. വിറക് ജഡവസ്തുവാണ്. അതുപോലെ ഒരു ജഡത്തെപ്പോലെ, നിർജീവ വസ്തുവിനെ പോലെ, അതെങ്ങനെയാണോ ഒരു തരത്തിലുള്ള ശബ്ദവും പുറപ്പെടുവിക്കാത്തത്, അതുപോലെ സാന്ദ്രമായ മൗനമാണ് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ളത്. വ്യവഹാരഗതാപി. നമ്മൾ പലതരം വ്യവഹാരങ്ങളിലും ഏർപ്പെടുന്നുണ്ടെങ്കിലും പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ അന്തരാത്മാവ് നിശബ്ദവും നിശ്ചലവുമാണ്. അതിൽ ഒരു സ്പന്ദനം പോലും ഉണ്ടാവുന്നില്ല. അത് മൗനം ഘനീഭവിച്ച ഒന്നാണ്. മൗനഘന അമൃതാബ്ധിയാകും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ആത്മതത്വത്തെ വർണ്ണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകം എന്ന ഗ്രന്ഥത്തിൽ. മൗനഘന അമൃത അബ്ധിയാകും. മൗനഘനം എന്ന് പറഞ്ഞാൽ മൗനം കട്ട പിടിച്ചത്, സാന്ദ്രമായ മൗനം. അത് അമൃതമാണ്, നശിക്കാത്തതാണത്. അത് നശിച്ചു പോകുന്നതല്ല. ജഡമാണെങ്കിൽ അതിന് നാശമുണ്ട്. ഇത് സാന്ദ്രമായ ബോധമാണ്. മൗനം അല്ലെങ്കിൽ നിശബ്ദത ഘനീഭവിച്ചതാണ് അതിൻ്റെ സ്വരൂപം. നിശ്ചലത അതിൻ്റെ കൈമുതലാണ്. ഇങ്ങനെ ചലിക്കാത്തതും ഒരു ശബ്ദസ്പന്ദനം പോലും തന്നിൽ നിന്ന് പുറപ്പെടുവിക്കാത്തതുമായ അങ്ങേയറ്റം പാറ പോലെ അല്ലെങ്കിൽ കരിങ്കല്ല് പോലെ നിശ്ചലമായി സ്ഥിതി ചെയ്യുന്ന ആത്മതത്വമാണ് ജീവഭാവത്തിൽ ഈ ലോകത്ത് വ്യവഹരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ പ്രവർത്തിച്ചാലും നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിന് ഒരു ചലനവും സംഭവിക്കുന്നില്ല. അത് നിശ്ചലമായി സ്ഥിതി ചെയ്യുന്നു. ആ സത്യത്തെ അറിഞ്ഞവരാണ് ശരീരം കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. ശരീരം ആലില പോലെ ചലിക്കുന്നു. ബഹി പിച്ഛാഗ്രതരളാഹ അന്തർമേരുരിവസ്ഥിതാഹ. ബാലകൃഷ്ണൻ നായർ സാറ് കൂടെ ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകമാണ് ബഹി പിച്ഛാഗ്രതരളാഹ. പിച്ഛാഗ്രം എന്ന് പറഞ്ഞാൽ മയിൽപീലിയുടെ അറ്റം, പിച്ഛം എന്ന് പറഞ്ഞാൽ മയിൽപീലി. മയിൽപീലി അത്യന്തം ലോലമാണ്. ഒരു ചെറിയ കാറ്റ് വീശിയാൽ തന്നെ അത് വല്ലാണ്ട് ചലിക്കും. അതുപോലെ തന്നെയാണ് ആലിൻ്റെ ഇല, ആലില. ചെറിയ ഒരു അനക്കം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കലവില കലവില എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കും. ചലദലം, ചലിക്കുന്ന ഇല. ചെറിയ കാറ്റ് കൊണ്ട് പോലും വല്ലാണ്ട് ഇളകുന്ന ഒരു സ്വഭാവമാണ് ആലിലകൾക്കുള്ളത്. ഇപ്പോൾ ചലദലം എന്ന് പറയാം. അതിനേക്കാളും ലോലമാണ് മയിൽപീലിയുടെ അറ്റം. പുറമേ എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മയിൽപീലി പോലെ ചലിക്കുന്നു ഒരു ജ്ഞാനിയുടെ ശരീരം. അയാൾ ഒരിടത്ത് അലസനായി കഴിയുകയല്ല ചെയ്യുന്നത്, സദാ കർമ്മനിരതനായി വർത്തിക്കുന്നു. പക്ഷേ അന്തർമേരുരിവസ്ഥിതാഹ, അവരുടെ ഉള്ളിൽ മഹാമേരു പോലെയുള്ള ഒരു ഉറപ്പാണ്. എന്തുറപ്പ്? ഞാൻ ആത്മാവാണ്, എന്നിൽ കർമ്മം വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല, ഞാൻ അനങ്ങുക പോലും ചെയ്യുന്നില്ല.
ഇങ്ങനെ ശരീരം കൊണ്ട് മയിൽപ്പീലി പോലെ ചലിക്കുകയും ഉള്ളിൽ നിശ്ചലത അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് ജീവൻ മുക്ത പുരുഷന്മാർ. അവരുടെ കർമ്മത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാവില്ല. നമ്മളും അതുപോലെ ഒരു ജീവൻ മുക്താവസ്ഥയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ ആ സ്ഥിതി എന്താണെന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രയോജനമുണ്ട്. എന്താണ്? ഒന്ന്, പ്രപഞ്ചം ഉള്ളപ്പോൾ തന്നെ അത് മിഥ്യയാണ് എന്ന അറിവ് ഉള്ളിലുണ്ടാകും. പ്രപഞ്ച ദൃശ്യങ്ങൾ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ഒരു ഉത്തമ സ്ഥിതി നമുക്ക് നേടാൻ പറ്റും. രണ്ടാമത്തേത്, ജീവതാമേവ അസ്മാകം ജീവഭാവ നിവൃത്തി. നമ്മൾ ജീവിച്ചിരിക്കവേ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ശരീരവും പ്രാണനും ഒക്കെ നമ്മുടെ ഒപ്പം ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ കള്ളമാണ്, എൻ്റെ ഉള്ളിലെ ഈ ഞാൻ ഭാവം വെറും അസത്യമാണ് എന്ന കാര്യം പിടികിട്ടുകയും ചെയ്യും. ജീവിച്ചിരിക്കവേ ജീവഭാവം അപ്രത്യക്ഷമാകും. അങ്ങനെ ജീവിക്കുന്നവരാണ് ജീവൻ മുക്തന്മാർ, തത്വദർശികൾ, ജ്ഞാനികൾ എന്നർത്ഥം. കാഷ്ഠമൗനമൃതായേവ വ്യവഹാരഗതാപി ഖഗമായേവ വാ സർവേ ഭാവാ സ്ഥാവരജംഗമാഃ. സർവഭാവാനാം കൗടസ്ഥ്യാമൂർത്തതാ സിദ്ധിർവാ തദ്ഫലമിത്യാഹ. സകല ഭാവങ്ങളും, ഭാവം എന്ന് പറഞ്ഞാൽ ഇരിപ്പ്, നിലനിൽക്കുക എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ നിലനിൽപ്പ്, പലതും ഇവിടെ ഉള്ളതുപോലെ നാം അനുഭവിക്കുന്നു. ആ ഭാവങ്ങളെല്ലാം കൂടസ്ഥാത്മാവായ പരബ്രഹ്മമാണ്. അത് അരൂപമായ സത്യമാണ്. ആ ആത്മാവിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം തന്നെ എന്ന കാര്യം നമുക്ക് പിടികിട്ടും. അപ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അല്ലാതെ ഈ കണ്ടതിനെയൊക്കെ സത്യം, വാസ്തവം എന്ന് കരുതി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള ശാന്തിയോ സമാധാനമോ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. കാഷ്ഠമൗനം ആത്യന്തിക നിഷ്ക്രിയതാലക്ഷണം. കാഷ്ഠമൗനം എന്നുള്ളതിന് അങ്ങേയറ്റത്തെ നിശ്ചലസ്ഥിതി എന്നാണ് വ്യാഖ്യാതാവ് അർത്ഥം പറയുന്നത്. ആത്യന്തിക നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞാൽ അനങ്ങുന്നില്ല, പാറ പോലെ, കരിങ്കല്ല് പോലെ, മഹാമേരു പർവ്വതം പോലെ നിശ്ചലമായി സ്ഥിതി ചെയ്യുന്നവനാണ് താൻ എന്ന് ശരീരം കൊണ്ട് കർമ്മം ചെയ്യവേ തന്നെ ഒരാൾ മനസ്സിലാക്കുന്നു. താൻ ആത്മാവാണ് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രാരബ്ധത്തിന് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുന്നവരാണ് സത്യദർശികൾ. കൗടസ്ഥ്യം ഋതാഹ പ്രാപ്താഹ. കൗടസ്ഥ്യം എന്ന് പറഞ്ഞാൽ കൂടസ്ഥൻ്റെ നില. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ നിശ്ചലൻ എന്നർത്ഥം. കൊല്ലൻ്റെ ആലയിലെ കൂടം എങ്ങനെയാണോ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ പുറത്ത് വെച്ചാണ് ഈ ഇരുമ്പ് സാധനങ്ങളെയൊക്കെ പഴുപ്പിച്ച് അതിനെ പല ആകൃതികളിലാക്കി തീർക്കുന്നത്. ഈ കൂടത്തിൻ്റെ പുറത്ത് വെച്ച് ചുറ്റിക കൊണ്ട് അടിച്ച് പരത്തിയാണ് ഓരോ തരത്തിലുള്ള ആയുധങ്ങൾ കൊല്ലനുണ്ടാക്കുന്നത്. അപ്പോൾ ആ കൂടത്തിൻ്റെ പുറത്ത് വെച്ച് അടിക്കുമ്പോൾ അത് ചലിക്കാത്ത ഒന്നാവണം. അതിശക്തമായി നമ്മൾ അടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു പോകാത്ത ഒന്നായിരിക്കണം. അപ്പോൾ കൂടം പോലെ സ്ഥിതി ചെയ്യുന്നവനാണ് ഈ ആത്മാവ്. അതുകൊണ്ട് കൂടസ്ഥൻ, കൂട ഇവ തിഷ്ഠതി ഇതി കൂടസ്ഥ, കൂടത്തെപ്പോലെ നിശ്ചലനായി നിൽക്കുന്ന തത്വം, അതാണ് കൂടസ്ഥൻ എന്നുള്ളത്. ആ കൂടസ്ഥൻ്റെ നിലയാണ് കൗടസ്ഥ്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പരിപൂർണ നിശ്ചലത, അല്പം പോലും ഇളകാത്ത സ്ഥിതി. ആ സ്ഥിതിയെ പ്രാപിച്ചവരാണ് ജ്ഞാനികൾ. ഖേ ഗമനം ഗമഃ ആത്യന്തിക അമൂർത്തഭാവപ്രാപ്തർ യേഷ. അവർ ആകാശം പോലെ ആയിത്തീർന്നവരാണ്. അവർക്കൊരു സ്ഥൂല ശരീരമുണ്ട്, അതിനെ മാത്രമേ ചുറ്റുമുള്ളവർ കാണുന്നുള്ളൂ. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ ഞാൻ ആത്മാവാണ് എന്നാണ് അനുഭവിക്കുന്നത്.
ആകാശത്തിൽ സഞ്ചരിക്കുന്നവരെ പോലെയാണ് അവർ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആകാശത്തിൽ സഞ്ചരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഭാരം ഉണ്ടാകത്തില്ല, സൂക്ഷ്മ ശരീരികൾക്ക് മാത്രമേ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റൂ. അങ്ങനെ തനിക്കൊരു ദേഹമില്ല എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഞാൻ അമൂർത്തമായ ആത്മതത്വമാണ് എന്ന് സ്വാനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ചിട്ട് ജീവിക്കുന്നവരാണ് ഈ ജ്ഞാനികൾ. കാഷ്ഠമൗനമൃതായേവ വ്യവഹാരഗതാപി ഖഗമായേവ വാ സർവേ. അവരൊക്കെ ഭൂമുഖത്ത് അവരുടെ ശരീരം മാത്രമേ ഉള്ളൂ, അവരുടെ നില വളരെ ഉയരെയാണ്, ആത്മതത്വത്തിലാണ് അവർ സദാ സ്ഥിതി ചെയ്യുന്നത്. സർവേ ഭാവാഹ സ്ഥാവരജംഗമാഹ. സ്ഥാവരം ജംഗമം തുടങ്ങിയ ഭേദങ്ങൾ അവരുടെ ദൃഷ്ടിയിലില്ല. സ്ഥാവരം ചലിക്കാത്തത്, ജംഗമം ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് ചലിച്ച് നീങ്ങുന്നത്, അതാണ് ജംഗമം. ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജഗത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യാത്തത്. അപ്പോൾ ചലനം കള്ളമാണ്. ചലനം എന്ന് പറഞ്ഞാൽ ചലനത്തിൻ്റെ മറ്റൊരു പേരാണ് കർമ്മം, ഇളക്കം. അത് വാസ്തവത്തിൽ ആത്മാവിൽ സംഭവിക്കാൻ പറ്റില്ല. കാരണം സർവത്ര ഇടതൂർന്ന് നിൽക്കുന്ന നിശ്ചലമായ തത്വമാണ് ഈ ആത്മാവ്. അതിൽ വാസ്തവത്തിൽ ചലനം സാധ്യമല്ല. പക്ഷേ ചലനം ഉള്ളതുപോലെ തോന്നുന്നു. അതൊരു ഭ്രമം മാത്രമാണ് എന്ന് തൻ്റെ തന്നെ ശരീര മനസ്സുകളുടെ ചലനത്തെ വിലയിരുത്തി താൻ അചഞ്ചലനായ ആത്മതത്വമാണ് എന്ന ഉറപ്പിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ജീവൻ മുക്ത പുരുഷന്മാർ. ആകാശകാചകച്യാത്മയദിദം കിഞ്ചിദാതതം ന കിഞ്ചിദേവ തദ്വിദ്ധി കിഞ്ചിത് വ്യോംനി കുതോ ഭവേത്. ആകാശകാചകച്യാത്മാ. കാചകച്യം എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളക്കം എന്നാണ് അർത്ഥം. മിന്നുക, മിനുക്കം, പ്രകാശം, അതാണ് കാചകച്യം. ചിദാകാശത്തിൻ്റെ ഒരു വെട്ടിത്തിളക്കം മാത്രമാണ് ഈ പ്രപഞ്ചം. ചൈതന്യത്തിൻ്റെ ഒരു പ്രകടനം എന്നർത്ഥം. ഒരു രത്നവും അതിൻ്റെ പ്രഭയും പോലെയാണ് ബ്രഹ്മവും ജഗത്തും തമ്മിലുള്ള ബന്ധം. രത്നവും രത്നപ്രഭയും ഒന്നോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളോ, എങ്ങനെ വേണമെങ്കിലും കരുതാം. രത്നത്തിൻ്റെയാണ് രത്നപ്രഭ. രത്നത്തിന് ചുറ്റുമാണ് രത്നത്തിൻ്റെ പ്രഭ കാണപ്പെടുന്നത്. ഇപ്പോൾ അത് രത്നം തന്നെയാണോ എന്ന് ചോദിച്ചാൽ അത് രത്നത്തിൻ്റെ ഒരു സവിശേഷതയാണ്. രത്നമില്ലാതെ രത്നപ്രഭ മാത്രം നിലനിൽക്കില്ല. ഇതുപോലെ ചിത്ത് തന്നെയാണോ പ്രപഞ്ചം എന്ന് ചോദിച്ചാൽ ചിത്തില്ലാതെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. പക്ഷേ അത് തന്നെയാണോ ഇതെന്ന് ചോദിച്ചാൽ ചിത്ത് ചൈതന്യവും പ്രപഞ്ചം ജഡവുമാണ്. ഇപ്പം ഈ ജഡഭാവം എങ്ങനെ കയറി വന്നു ചിത്തിൽ എന്ന് ചോദിച്ചാൽ അത് ചിത്തിൻ്റെ ഒരു ശക്തി പ്രകടനം, ഒരു ശക്തിവിശേഷം അത്രമാത്രം. ഒന്നിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൽ നിന്ന് വിഭിന്നമല്ല. രത്നപ്രഭ എങ്ങനെയാണ് രത്നത്തിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കുക? സാധ്യമല്ലല്ലോ. രത്നത്തിൻ്റെ പ്രഭയാണല്ലോ രത്നപ്രഭ. അപ്പോൾ അതെങ്ങനെ രത്നത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും? അതുപോലെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ചിത്തിൻ്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചു മാത്രമേ സാധ്യമാകൂ. പ്രപഞ്ചം ചിത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒന്നല്ല, തികച്ചും വിഭിന്നമായ, വേറിട്ട, വ്യത്യസ്തമായ ഒന്നല്ല. എന്നാൽ അത് തന്നെയാണോ ഇത് എന്ന് ചോദിച്ചാൽ പ്രപഞ്ചനാമരൂപങ്ങൾ ഉണ്ടായി നശിക്കുന്നവയാണ്, ജഡങ്ങളാണ്. ചിത്ത് ആ സ്വഭാവത്തിന് നേരെ വിരുദ്ധ സ്വഭാവത്തോടു കൂടിയതാണ്. ഇങ്ങനെ ഇത് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. അത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട്, പ്രയാസം, വിഷമം എന്നുള്ള അർത്ഥത്തിലാണ് മലയാളികൾ ആ വാക്ക് പ്രയോഗിക്കുന്നത്. ബുദ്ധിക്ക് മുട്ട് വരുന്നു, അതാണ് സംഭവിക്കുന്നത്. മുട്ട എന്ന് പറഞ്ഞാൽ എന്താ? ദൗർലഭ്യം. ബുദ്ധിക്ക് മുട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ വേണ്ടവണ്ണം ബുദ്ധിയെ വിനിയോഗിക്കുന്നില്ല,
പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പോഴാണ് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, വിഷമം ഉണ്ടാവുന്നത്. വിവേകത്തെ നല്ല പോലെ വിനിയോഗിച്ച് ആത്മതത്വം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങിക്കിട്ടും. ബുദ്ധിക്ക് മുട്ടുണ്ടാവുന്നു, അതുണ്ടാവാതെ നോക്കുക. ബുദ്ധി നല്ലതുപോലെ തത്വവിചാര കുശലമായി തീരണം, തത്വവിചാരം ചെയ്യാൻ സമർത്ഥമായി തീരണം നമ്മുടെ ബുദ്ധി. അങ്ങനെയായാൽ ഈ ബുദ്ധിക്ക് മുട്ട് വരത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ എല്ലാ സ്ഥാവര ജംഗമഭാവങ്ങളും ആത്മാവ് തന്നെയാണ്. ചിദാകാശത്തിൻ്റെ വെട്ടിത്തിളക്കം മാത്രമാണ് ഈ പ്രപഞ്ചം. യദിദം കിഞ്ചിത് ആതതം, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എന്തും പരമാത്മാവിൻ്റെ പ്രകടനമാണ്. പരമാത്മാവ് പ്രകാശിക്കുന്നത് പ്രപഞ്ചനാമരൂപങ്ങളായിട്ടാണ്. ഇതിനെ കാണുമ്പോൾ അതിനെ ഓർമ്മിക്കാൻ കഴിയണം. അതിന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ, കാര്യത്തെ കാണുമ്പം കാരണത്തെ ഓർമ്മിക്കാൻ എന്താ എത്ര പ്രയാസം? കാരണത്തെ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരില്ല, ബുദ്ധിയാണ് കാരണത്തെ കാണിച്ചു തരുന്നത്. എപ്പോഴും കാര്യങ്ങളെ മാത്രമേ ഇന്ദ്രിയ മനസ്സുകൾ നമ്മുടെ മുമ്പിൽ കാട്ടിത്തരികയുള്ളൂ. സ്വർണ്ണവള, സ്വർണ്ണമാല, അതിനൊരു നിശ്ചിതമായ ആകൃതിയുണ്ട്, ഒരു മഞ്ഞ നിറവും ഉണ്ടാവും. സ്വർണത്തിൻ്റെ തനതായ സ്വഭാവം, ഒരു പ്രകാശം. അതിനെ കാണിച്ചു തരുന്നത് നമ്മുടെ കണ്ണുകളാണ്. നാമരൂപങ്ങളെ കണ്ണ് എന്നുള്ള ഇന്ദ്രിയം കാണിച്ചു തരും. അത് സ്വർണമാണെന്ന് തീരുമാനിക്കേണ്ടത് ബുദ്ധിയാണ്. സ്വർണത്തെ കണ്ണ് കാണിച്ചു തരില്ല, കാരണം അത് അറിവാണ്. നാമരൂപങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവിനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയണം. അല്ല, അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാണ്, നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. ബുദ്ധിക്ക് മുട്ട്, അതുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. വേണ്ടത്ര ബുദ്ധിക്ക് പാകത വന്നിട്ടില്ല. അപ്പം അതിനെ കൂടുതൽ ശുദ്ധീകരിക്കുക. ബുദ്ധിയിൽ സത്വഗുണം വ്യാപിച്ചാൽ മാത്രമേ ആത്മതത്വത്തെ അനുധാവനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ആകാശകാചകച്യാത്മ യതിദം കിഞ്ചിതാതതം, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എന്തെന്തുണ്ടോ അതെല്ലാം ചിദാകാശത്തിൻ്റെ ഒരു പ്രകടനമോ പ്രകാശമോ മാത്രമാണ്. നകിഞ്ചിദേവ തദ്വിധി, ആ പ്രകടനം എന്ന് പറയുന്നത് അത് കഴമ്പില്ലാത്ത കാഴ്ചയാണ്. പ്രകടനം എപ്പോഴും അസത്യമായിരിക്കും. ഒരു ഐന്ദ്രജാലികൻ തൻ്റെ ഇന്ദ്രജാല ശക്തിയെ, മാജിക് എന്നുള്ള ആ ശക്തിയെ പ്രകടിപ്പിക്കുന്നു. അത് കണ്ട് കാണികൾ അമ്പരന്ന് നിൽക്കുന്നു. എന്തൊക്കെയോ അയാൾ ഉണ്ടാക്കി കാണിക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെയൊക്കെ സത്യമെന്ന പോലെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതാണ് ഇന്ദ്രജാല പ്രകടനം. അത് എപ്പോഴും കള്ളമായിരിക്കും. പ്രകടനം എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. ആ പ്രകടനം കണ്ട് മയങ്ങിപ്പോവരുത്. രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി പ്രകടനം എവിടെ? നടുറോട്ടിൽ. സാധാരണക്കാരന് അത്യാവശ്യത്തിന് ഒരു സ്ഥലത്ത് ചെന്നെത്താൻ പറ്റാതെ റോഡുകളൊക്കെ ഉപരോധിച്ച് ശക്തി പ്രകടനം. എന്ത് ശക്തിയാണ് ഇവർ പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതൊരു ജനങ്ങളുടെ വോട്ട് നേടിയാണോ ഇവർ അധികാരത്തിൽ കയറിയത്, അതേ ജനങ്ങളെ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനത്തിൻ്റെ ആവശ്യമുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. ആര് ചിന്തിക്കാൻ? പ്രകടനം നടത്തുന്നവർ ചിന്തിക്കുന്നില്ല, നമ്മൾ ചിന്തിച്ചിട്ട് കഥയുമില്ല. അന്യർക്ക് ഉപദ്രവം ചെയ്യാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വേണം ഒരാൾ ഈ ഭൂമുഖത്ത് കഴിയാൻ. ഇതാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വം. തൻ്റെ നിലനിൽപ്പ് കൊണ്ട്, തൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ വേണം താൻ ഇവിടെ ജീവിക്കാൻ.
പരനെ ഉപദ്രവിക്കാതെ വേണം ഓരോ വ്യക്തിയും ഇവിടെ കഴിയാൻ. ഇങ്ങനെ ഈ പ്രപഞ്ചം ചൈതന്യത്തിൻ്റെ ഒരു പ്രകടനമാണ് എന്നുള്ളത് കൊണ്ട് വാസ്തവത്തിൽ ഇവിടെ പ്രപഞ്ചം ഇല്ല. നകിഞ്ചിദേവ തദ്വിദ്ധി. നമ്മൾ ഉണ്ട് എന്ന് കരുതുന്ന ഒരൊറ്റ നാമരൂപം പോലും ഇവിടെ ഇല്ല. കിഞ്ചിത് വ്യോംനി കുതോ ഭവേത്. അതിസൂക്ഷ്മമായ ചിദാകാശത്തിൽ സാന്ദ്രമായ കട്ടിയുള്ള രൂപത്തോടു കൂടിയ ഒന്ന് എങ്ങനെ ഉണ്ടാവും? അതിസൂക്ഷ്മമായ കാരണത്തിൽ നിന്ന് സ്ഥൂലമായ ഒരു കാര്യം എങ്ങനെ ഉണ്ടാവും? യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ലല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂല പ്രപഞ്ചം ഭ്രമമാണെന്ന് തീരുമാനിക്കൂ. കാരണം ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിസൂക്ഷ്മമായ ബോധമാണ്, നിശ്ചല ബോധമാണ്. അതിൽ ചലനാത്മകമായ സരൂപമായ ഒരു പ്രപഞ്ചം യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാവും? യുക്തിചിന്ത ചെയ്താൽ ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് തീരുമാനിക്കൂ. നമ്മൾ ഒരു ഭ്രമത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭ്രമമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. അതിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് സത്യമെന്ന പോലെ നമ്മൾ കാണുന്നു. യുക്തിയുടെ ഉരകല്ലിൽ ഉരച്ചു നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന് വാസ്തവികത ഇല്ലേയില്ല. അങ്ങനെ ഇതിൻ്റെ മിഥ്യാത്വത്തെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയണം. ഇന്ദ്രിയങ്ങളും മനസ്സും നാമരൂപങ്ങളെ കാണിച്ചു തന്നാലും ബുദ്ധി നമ്മുടെ അധീനതയിലുണ്ടെങ്കിൽ ഈ ബ്രഹ്മത്തെ ഈ നശ്വര നാമരൂപങ്ങളിൽ നമുക്ക് തുടർന്ന് കാണാൻ പറ്റും. അതിനെ തന്നെ നമുക്ക് ബുദ്ധി കൊണ്ട് പിന്തുടരാൻ പറ്റും. കിഞ്ചിത് വ്യോംനി കുതോ ഭവേത്. കേവലമായ ബോധാകാശത്തിൽ സാന്ദ്രമായ കട്ടിയുള്ള ഭാരമുള്ള രൂപങ്ങളോടുകൂടിയ ഒരു വസ്തു എങ്ങനെ ഉണ്ടാവും? ഒരു മണ്ഡരി പോലും ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. അതാണ് വാസ്തവം. നഭോ നൈല്യാദിവത് ഭാസമാനസ്യാപ്യസത്വാവധാരണം വാ തദ്ഫലം വിദ്ധീത്യാഹ. നഭോ നൈല്യം. നൈല്യം എന്ന് പറഞ്ഞാൽ നീല നിറം എന്നുള്ള ഭാവം. ആകാശത്തിൻ്റെ നീല നിറം നമ്മൾ വ്യക്തമായി കാണുന്നതാണ്. തെളിഞ്ഞ ആകാശത്തിൻ്റെ നിറം നീലയാണ്. ആ നീലാകാശം നമ്മൾ കാണുമ്പോൾ അവിടെ മുകളിൽ നീല നിറം ഉണ്ട് എന്നല്ല നമ്മൾ കരുതുന്നത്. കണ്ണ് നീല നിറം കാണിച്ചു തന്നാലും അത് ശൂന്യാകാശമാണ് എന്നാണ് അറിവുള്ള ഒരാൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെ കണ്ടാലും ഇല്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം. ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അനുഭവിച്ചാലും ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ മിഥ്യയാണ് എന്ന തീരുമാനത്തിൽ എത്തിച്ചേരണം. ഇത് അസത്യമാണ് എന്ന് ബുദ്ധി കൊണ്ട് ഉറപ്പിക്കണം. അതാണ് ആത്മജ്ഞാനം കൊണ്ട് ഒരാൾ നേടുന്നത്. കാചകച്യം കാചവത് കചന കചവത് നൈല്യം. കാചം എന്നുള്ളതിന് കുപ്പിച്ചില്ല എന്നാണ് അർത്ഥം. കുപ്പിച്ചില്ലും തിളങ്ങുന്നതാണ്. കചം എന്നുള്ളതിന് മുത്ത്, നന്മുത്ത്, അതും പ്രകാശിക്കുന്നതാണ്. ഈ കാചത്തെ പോലെയും കുപ്പിച്ചില്ലിനെ പോലെയും കചവത് മുത്തിനെ പോലെയും അതിൻ്റെ പ്രകാശത്തെ പോലെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ്. കുപ്പിച്ചില്ല് വെയിലത്ത് കിടക്കുമ്പോൾ വെള്ളി പോലെ വെട്ടിത്തിളങ്ങും. പക്ഷെ അത് വെറും നയാ പൈസ വിലയില്ലാത്ത ഒരു കുപ്പിച്ചില്ല് മാത്രമാണ്. അപ്പം അതിങ്ങനെ തിളങ്ങുന്നു. ആ തിളക്കത്തിൽ ഒരു വിവേകി എന്തിന് ഭ്രമിക്കണം? അതുപോലെ ഒരു ഭ്രമമാണ് ആകാശത്തിൽ കാണപ്പെടുന്ന നീല നിറം. ഈ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഭൂമിയിലുള്ള സകല മനുഷ്യരും മുകളിലേക്ക് നോക്കിയാൽ ഈ നീല നിറം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടെന്താ? എല്ലാവരും ഒരേ ഭ്രമത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് അത് ഭ്രമമാവില്ല എന്നുണ്ടോ? അത് വാസ്തവമായി തീരുമോ? ലോകർ ഒന്നിനെ സത്യമെന്ന് കരുതുന്നത് കൊണ്ട് മാത്രം ഒന്ന് വാസ്തവമായി തീരില്ല. മരുഭൂമിയിലെ കാനൽ ജലം ഭൂമുഖത്തുള്ള സകല മനുഷ്യർക്കും, എന്തിന് വിശേഷ ബുദ്ധിയില്ലാത്ത ജീവികൾക്ക് പോലും സത്യമെന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്.
ഇങ്ങനെ എല്ലാവരും ഈ പ്രപഞ്ചത്തെ സത്യം എന്ന് കരുതുന്നത് കൊണ്ട് മാത്രം ഇത് ഉള്ള ഒന്നാവാൻ പറ്റില്ല, ഇത് ഇല്ലാത്തത് തന്നെയാണ് എന്നാണ് ഒരു വിവേകി തീരുമാനിക്കേണ്ടത്. കേശോണ്ട്രകനദീവാഹ ധൂമാളി മൗക്തികാധിപത് യത്ഖം കചതി തത്രാസ്തി നാനുഭൂതേപി വസ്തുത. കേശോണ്ട്രകം, ആ വാക്ക് ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചാൽ, അതായത് ദൂരെയുള്ള ഒന്നിലായി ആവരുത് നമ്മുടെ ശ്രദ്ധ, ഈ ഇടയ്ക്കുള്ള ഈ ആകാശത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചാൽ തലനാരിഴ പോലെ ചെറിയ രോമങ്ങൾ പോലെ ഈ ആകാശത്തിൽ എന്തൊക്കെയോ ചില ഭ്രമദൃശ്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ ചെറിയ കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയും പെട്ടെന്ന് താഴെ വീഴുകയും ചെയ്യുന്നത് പോലെ കാണും. അതെന്ന് പറഞ്ഞാൽ അത് നേത്രഗോളത്തിലുള്ള നമ്മുടെ കണ്ണിനകത്തൊരു ലിക്വിഡ് ഉണ്ട്, അതാണ് ഈ ഭ്രമം ജനിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത്. എന്തായാലും അത് ഭ്രമമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ തലനാരിഴ പോലെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെയോ ശൂന്യതയിൽ കാണപ്പെടുന്ന ദൃശ്യത്തെയാണ് കേശോണ്ട്രകം എന്ന് പറയുന്നത്. ഭ്രമം എന്നർത്ഥം. നദീവാഹം, നദീവാഹം എന്ന് പറഞ്ഞാൽ നദിയുടെ പ്രവാഹം. നദിയുടെ പ്രവാഹം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന നദിയല്ല, കാനൽ ജലത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ കാനൽ ജലത്തിൽ കാണപ്പെടുന്ന തിരയിളക്കം. അവിടെ ഒരു തുള്ളി വെള്ളമില്ല, പിന്നെ വെള്ളം അലയടിക്കുന്നത് പോലെ കാണുന്നു, വെറും തോന്നലാണത്. അപ്പോൾ ഇതെല്ലാം ഭ്രമത്തിന് ഉദാഹരണങ്ങളാണ്. കേശോണ്ട്രകം, കാനൽ ജലത്തിലെ തിരയിളക്കം, ധൂമാളി മൗക്തികാധിപത്, പുക. പുക ഇങ്ങനെ ആകാശത്തിൽ കറുത്ത അല്ലെങ്കിൽ കട്ടിയുള്ള പുകച്ചുരുളുകൾ, അത് കാണുമ്പോൾ എന്തോ ഒരു വസ്തുവാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ പിടിച്ചാൽ ഒന്നും കിട്ടത്തില്ല. പുക എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല, എന്തോ ഒരു രൂപം മാത്രമാണത്. മേഘങ്ങളും അങ്ങനെ തന്നെ. ആകാശത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, വെൺമേഘങ്ങളായാലും കാർമേഘങ്ങളായാലും, അത് ഒരു കാഴ്ച മാത്രമാണ്, അതിനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇതാണ് ഭ്രമത്തിൻ്റെ സ്വഭാവം. ധൂമാളി മൗക്തികാധിപത്. ഭ്രമദൃശ്യങ്ങൾക്ക് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയും. ഇതുപോലെ ഈ പ്രപഞ്ചം തന്നെ മൊത്തത്തിൽ ഒരു ഭ്രമമാണ്. യത്ഖം കചതി തത്രാസ്തി നാനുഭൂതേപി വസ്തുത. ചിദാകാശം പ്രകാശിക്കുമ്പോഴാണ് പ്രപഞ്ചമുണ്ട് എന്ന് തോന്നുന്നത്. അത് ചിദാകാശത്തിൻ്റെ ഒരു വെട്ടിത്തിളക്കം മാത്രമാണ്. അത് അനുഭവിക്കപ്പെട്ടാലും അതിൽ വാസ്തവികതയില്ല. നമ്മളൊക്കെ ഇന്ദ്രിയ മനസ്സുകളിലൂടെ വ്യക്തമായി ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതില്ലാത്തതാണ് എന്നാണ് വേദാന്തം പറയുന്നത്. തഥൈവാസ്മിൻ ജഗന്നാംനി ചിദ്വ്യോംനി കചനേ ചിതേ അനുഭൂതേപി നിശൂന്യേ കാസ്ഥാസ്ഥാഭാവകശ്ചകഃ. തഥൈവ അസ്മിൻ ജഗന്നാംനി. ഭ്രമദൃശ്യങ്ങളിൽ എങ്ങനെയാണോ വസ്തുസത്ത ഇല്ലാതെ ഇരിക്കുന്നത്, അതിൽ കഴമ്പില്ല, അതൊരു വെറും കാഴ്ച മാത്രമാണ്, അതുപോലെ അസ്മിൻ ജഗന്നാംനി, ഈ പ്രപഞ്ചം എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ വ്യവഹരിക്കുന്ന ചിദാകാശത്തിലും പ്രപഞ്ചം എന്നൊരു വസ്തുവില്ല. ചിദാകാശത്തിൽ കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. ചിദാകാശത്തിൽ ആദ്യം പൊന്തിയത് ചിത്താകാശം, മനസ്സ് എന്ന ഒന്ന് തോന്നി. ചിത്താകാശത്തിൽ പൊന്തിയതാണ് ഭൂതാകാശം അഥവാ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ആകാശതത്വം. ആ ആകാശത്തിൽ നിന്ന് പടിപ്പടിയായി മറ്റ് 4 ഭൂതങ്ങൾ ഉണ്ടായി. ഇതൊക്കെ എങ്ങനെ എന്നുള്ളതിന് മാത്രം യുക്തിയില്ല. അതിസൂക്ഷ്മമായ ഒന്നിൽ നിന്നും താരതമ്യേന സ്ഥൂലങ്ങളായവ എങ്ങനെ ഉണ്ടാവും? സൂക്ഷ്മം സ്ഥൂലതയെ പ്രാപിക്കാൻ പറ്റില്ലല്ലോ. സ്ഥൂലം സൂക്ഷ്മമാവാനും പറ്റില്ല. ഇരുട്ടെങ്ങനെയാണ് വെളിച്ചമാവുക? വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് കയറി വരാൻ പറ്റുമോ?
പൂർണ്ണമായ ചൈതന്യത്തിൻ്റെ അനുഭവത്തിൽ ജഡം ഇല്ലേയില്ല. ശുദ്ധമായ ജഡാനുഭവത്തിൽ ചിത്തിൻ്റെ അനുഭവമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ജഡാനുഭവങ്ങളിൽ കുടുങ്ങിക്കഴിയുമ്പോൾ ഈ ചിത്ത് എന്താണ് എന്നുള്ളത് ആരൊക്കെ പറഞ്ഞാലും, ഏതൊക്കെ ശാസ്ത്രങ്ങൾ എത്ര നന്നായി വ്യാഖ്യാനിച്ചാലും അതെന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത ബാക്കി നിൽക്കുന്നു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ജഡത്തിലാണ് നമ്മൾ കുടുങ്ങിക്കഴിയുന്നത്. ജഡത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ചിത്ത് എന്താണെന്ന് അറിയാൻ സാധ്യമല്ല. അതുപോലെ ചിത്തിനെ മാത്രം ദർശിക്കുന്നവർക്ക് ജഡങ്ങളെ സത്യമെന്നും കരുതാൻ പറ്റില്ല. അവർ പ്രപഞ്ചത്തിന്, അവർ എന്ന് പറഞ്ഞാൽ സത്യദർശികൾ, ചിത്തിനെ സാക്ഷാത്കരിച്ചവർ, അവർ ഈ പ്രപഞ്ചത്തിന് പുല്ലുവിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. പുല്ലുവില. തൃണം ത്രിഭുവനം രാമ. വസിഷ്ഠ മഹർഷി പണ്ടേ പറഞ്ഞു വെച്ച കാര്യമാണ്. ത്രിഭുവനങ്ങൾ ഒരു സത്യദർശിയുടെ വീക്ഷണത്തിൽ ഒരു ഉണക്ക പുല്ലിൻ്റെ വില പോലുമില്ല. അത്ര നിസ്സാരമാണ്. നിസ്സാരമല്ല, ഇല്ല, കഴമ്പില്ലാത്തത് എന്നല്ല, ഇങ്ങനെ ഒരു സാധനം ഇല്ലേ ഇല്ല. ചിത്ത് തന്നെയാണ് പ്രപഞ്ച രൂപത്തിൽ കാണപ്പെടുന്നത്. നാമരൂപങ്ങളിൽ ഉടനീളം ചൈതന്യത്തെ മാത്രം കാണുന്നവരാണ് ഈ സത്യദർശികൾ. അവരുടെ കാഴ്ചയിൽ, അവരുടെ അനുഭവത്തിൽ ജഡം എന്ന ഒന്ന് ഒരിക്കലുമില്ല. അവർ ജഡത്തിൽ പോലും ചൈതന്യത്തിൻ്റെ വ്യാപ്തിയെ അറിയുന്നു. അത് തന്നെയാണ് ജഡമായി കാണപ്പെടുന്നത് എന്ന സത്യം അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ജഡത്തിൻ്റെ കേടുപാടിൽ, ജഡം നശിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു ജഡം ജനിക്കുമ്പോൾ അവർക്ക് വിശേഷിച്ച് സന്തോഷ സന്താപങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വലിയ ആഘോഷമാണ് നമുക്ക്. വീട്ടിൽ ഒരു പുതിയ അംഗം കടന്നു വന്നിരിക്കുന്നു. ഭാര്യയും ഭർത്താവും മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ന്യൂ മെമ്പർ, ഒരു പുതിയ അംഗം കൂടെ വന്നിരിക്കുന്നു. റേഷൻ കാർഡിൽ പേര് ചേർക്കാം, ഒരാൾ കൂടെ. സന്തോഷം. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ സന്തോഷിക്കുന്നവരാണ് പൊതുവേ ഈ ആൾക്കാരെന്ന് പറയുന്നത്. എണ്ണം കൂടുതൽ, അതിൽ അവർക്കൊരു രസമുണ്ട്. എണ്ണം കുറഞ്ഞാൽ അവർ കരയാൻ തുടങ്ങും. അതാണ്. ഒരാൾ മരിച്ചുപോയി, അതിൽ ഇത്ര കരയാൻ എന്താ ഉള്ളത്? ഇത്രയും കാലം ജീവിച്ചില്ലേ, എത്ര പേരെ കണ്ണീര് കുടിപ്പിച്ചു, ലോകത്തിന് എന്തൊക്കെ തരത്തിൽ ഉപദ്രവങ്ങളുണ്ടാക്കി. അങ്ങനെയുള്ള ഒരാൾ മരിച്ചു പോകുന്നത് കൊണ്ട് ആർക്കെന്ത് നഷ്ടം? ഈ മരിച്ചുപോയവരെ കുറിച്ച് എന്തിനാണ് മരിക്കാൻ പോകുന്നവർ കരയുന്നത്? അതാണ് പട്ടണത്ത് പിള്ളയാർ എന്ന് പറയുന്ന അദ്ദേഹം ചോദിച്ചത്. ഒരാൾ മരിച്ചു കിടക്കുന്നു, മരിക്കാൻ പോകുന്നവർ ഈ മരിച്ച വ്യക്തിയെ ഓർത്ത് ദുഃഖിക്കുന്നു. ഇവരെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും. എല്ലാവരും ജഡമായി നിലംപതിക്കും, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് പിണം എന്ന് പറഞ്ഞാൽ ശവം എന്നർത്ഥം. ശാപ്പിണം എന്ന് പറഞ്ഞാൽ ചാകാൻ പോകുന്ന ശവങ്ങൾ. ഒരു ശവത്തെ കണ്ടിട്ട്, ഒരു ശവത്തെ നോക്കി ചാകാൻ പോകുന്ന ശവങ്ങൾ അലമുറയിട്ട് കരയുന്നു. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ്. ഈ ജഡത്തിന് സത്യത്വം കൽപ്പിക്കണ്ട. ഇത് വാസ്തവമല്ല, വെറുതെ ബോധത്തിൽ ഉണ്ടായ ഒരു കാഴ്ച മാത്രമാണ്. ആ കാഴ്ച ഇന്നല്ലെങ്കിൽ നാളെ പൊലിഞ്ഞു പോകും. കാഴ്ച പ്രത്യക്ഷപ്പെടുമ്പോൾ സന്തോഷം, അത് പൊലിഞ്ഞു പോകുമ്പോൾ ദുഃഖം. എന്തിനിത്? ഇതല്ലേ വാസ്തവത്തിൽ അജ്ഞത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരൊക്കെ ഇതിനെ ഉണ്ടെന്ന് കരുതിയാലും ഈ പ്രപഞ്ചം ഇല്ലാത്തത് തന്നെ.